പള്ളിക്കൂടം എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ്, വളരെ സക്സസ്ഫുള്ളായിട്ട് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പരിസരങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ത്രീ, രണ്ട് കൾട്ട് ഫിഗേഴ്സ് ഒരുമിച്ച് ചേരുന്ന ഒരു മുഹൂർത്തം എന്നുള്ള നിലയിൽ ഈ പുസ്തകം കൊണ്ടാടപ്പെട്ടു. അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ആ പുസ്തകം ജനമനസ്സുകളിലേക്ക്, പ്രത്യേകിച്ച് വായിക്കുന്നവരുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തത്, അരുന്ധതി റോയ് സ്വയമേവ തന്നെ ഒരു കൾട്ട് ഫിഗറാണ്. അരുന്ധതി റോയിയുടെ അമ്മയെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രപരമായിട്ടുള്ളൊരു കൃതിയാണ് എന്നുള്ള നിലയിലാണ് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകം പൊതുവെ കൊണ്ടാടപ്പെടുന്നത്. മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്നത് ബീറ്റിൽസിൻ്റെ ഒരു ഗാനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നും അത് മേരി റോയ് എന്ന് പറയുന്ന ഈ ഒരു വളരെ പ്രശസ്തയായ ഒരു വിമൻസ് റൈറ്റ് ഫൈറ്റർ, തിരുവിതാംകൂർ ക്രിസ്ത്യൻ വുമൺ സക്സഷൻ ആക്ടിനെ മാറ്റിമറിച്ച ഒരു പോരാളി, പള്ളിക്കൂടം എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ്, വളരെ സക്സസ്ഫുള്ളായിട്ട് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പരിസരങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലകളിലൊക്കെയുള്ള മേരി റോയിയുടെ അത്രയധികം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രശസ്തയായ മകൾ രചിച്ച ഒരു ജീവചരിത്ര പുസ്തകം അല്ലെങ്കിൽ ഒരു കഥ എന്ന് പറയുന്ന രീതിയിലും, പിന്നെ ബുക്കർ പ്രൈസ് വിന്നർ, സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തയായ അരുന്ധതി റോയ് എഴുതുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിലും ഒക്കെ വളരെയധികം കൊണ്ടാടപ്പെട്ട ഒരു പുസ്തകമാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, രണ്ട് കൾട്ട് ഫിഗേഴ്സ് ഒരുമിച്ച് ചേരുന്ന ഒരു മുഹൂർത്തം എന്നുള്ള നിലയിൽ ഈ പുസ്തകം കൊണ്ടാടപ്പെട്ടു. അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ആ പുസ്തകം ജനമനസ്സുകളിലേക്ക്, പ്രത്യേകിച്ച് വായിക്കുന്നവരുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തത്, അരുന്ധതി റോയ് സ്വയമേവ തന്നെ ഒരു കൾട്ട് ഫിഗറാണ്. അരുന്ധതി റോയ് കൾട്ട് എന്ന് പറയാവുന്ന ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കൾട്ട് പൊതുവെ ഉണ്ടാകുന്നത് വിമർശനത്തിന് അതീതമായ രീതിയിൽ ആ ഒരു ഐഡൽ ഉണ്ടായി വരുന്നു, ഒരു ആരാധനാ രൂപം, ഒരു ജീവത് സ്വരൂപം ഉണ്ടായി വരുന്നു. അതിന് വളരെയധികം ലോജിക്കിന് അതീതമായ, യുക്തിക്ക് അതീതമായ ഒരു വിഭാഗം ആളുകൾ അതിനെ വല്ലാതെ പുകഴ്ത്തുന്നു. അതിനെ, അത്തരം ഒരു കൾട്ട് ഫിഗറിനെ, അതിൻ്റെ കഥകളെ പൊലിപ്പിക്കുന്നതിന് വേണ്ട ഉപകഥകൾ രചിക്കപ്പെടുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു. ഒരുതരം മിറാക്കുലസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഒരു ഫിഗറിന് ചുറ്റും ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് കൾട്ടിനെ രൂപപ്പെടുത്തുന്ന ഒന്ന്. അപ്പോൾ അരുന്ധതി റോയ് അവരുടെ സാമൂഹികവും സാഹിത്യപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അവരൊരു കൾട്ട് ഫിഗറായിട്ട് മാറി. അതിനുശേഷം അരുന്ധതി റോയ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ കൊണ്ടാടപ്പെട്ടു. അങ്ങനെ വലിയൊരു കൾട്ട് രൂപമായി മാറിയ അരുന്ധതി റോയ്, അതേ രീതിയിൽ തന്നെ ഒരു കൾട്ട് ഫിഗറായിട്ടുള്ള മേരി റോയ്, ഈ രണ്ട് കൾട്ട് രൂപങ്ങളെ കൊണ്ടാടുന്ന ഒരു മാനസികാവസ്ഥ ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായി വന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരുപക്ഷെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം ഡൽഹിയിലെ ഒരു ചെറിയ റിലീസിന് ശേഷം കേരളത്തിൽ അത് വമ്പിച്ച രീതിയിൽ കൊണ്ടാടപ്പെട്ടത്. മാർക്കേസിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്ന ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മാർക്കേസ് എത്രത്തോളം തന്നെ ഒരു കൊളംബിയൻ എഴുത്തുകാരനാണോ അത്രത്തോളം തന്നെ ഒരു കേരള എഴുത്തുകാരനുമാണ്. മാർക്കേസിൻ്റെ പുസ്തകങ്ങൾ വരുമ്പോൾ കേരളത്തിലെ ഓരോ വഴിയോര കടകളിൽ പോലും മാർക്കേസിൻ്റെ പുസ്തകങ്ങളുടെ പൈറേറ്റഡ് എഡിഷൻ കിട്ടാറുണ്ട് എന്ന് പറയും. ചിത്രകലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിൻസെൻ്റ് വാൻ ഗോഗ് ഒരുപക്ഷെ ഒരു നെതർലാൻഡിഷ് ഒരു ഹോളണ്ട് ചിത്രകാരൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മലയാളി ചിത്രകാരൻ കൂടിയാണ്. ഫ്രാൻസിലും ഇതര യൂറോപ്യൻ കലാകേന്ദ്രങ്ങളിലുമൊക്കെ എത്രയധികം വാൻ ഗോഗ് പുസ്തകങ്ങളും വാൻ ഗോഗ് കവിതകളും പിന്നീട് ഉണ്ടായിട്ടുണ്ടോ അതിനേക്കാൾ ഏറെയൊക്കെ വാൻ ഗോഗ് തുടരെ ചർച്ചയിൽ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിനെ ഒരു സമാനമായ ഒരു താരതമ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ
അരുന്ധതി റോയിയുടെ ഈ പുസ്തകം ഒരു ഇംഗ്ലീഷ് പുസ്തകം എന്നുള്ളതിലുപരി ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു മലയാള പുസ്തകം ആയിരുന്നു. അത് പ്രത്യേകിച്ച് ഈ രണ്ട് കൾട്ട് ഫിഗേഴ്സ് ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭം എന്നുള്ള നിലയിൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അരുന്ധതി റോയി വളരെ മനോഹരമായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, ഒരു എഴുത്തുകാരിയാണ്. ഒപ്പം തന്നെ അവർക്ക് കഥ വളരെ വ്യക്തമായിട്ട് വളരെ മനോഹരമായിട്ട് കഥ പറയാനറിയാം. അങ്ങനെ പാരായണ സുഖം നൽകുന്ന രീതിയിലാണ് ആ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മേരി റോയിയുടെ കഥ അല്ലെങ്കിൽ മേരി റോയിയുടെ ജീവചരിത്രം എന്നത് ഇതിൻ്റെ ഒരു ബൃഹത് പശ്ചാത്തലം, ഒരു ലാർജർ ബാക്ക്ഡ്രോപ്പ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ അരുന്ധതി റോയിയുടെ ജീവിതം എങ്ങനെയാണ് അവരുടെ ഫോർമേറ്റീവ് ഇയേഴ്സ് മുതൽ അല്ലെങ്കിൽ ചെറുപ്പകാലം മുതൽ പിൽക്കാലത്ത് ഈ വലിയൊരു എഴുത്തുകാരിയായി മാറുന്നതുവരെയുള്ള കാലം എങ്ങനെയെല്ലാം കടന്നുപോയി എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ചിത്രം ഈ പുസ്തകം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം മേരി റോയിയുടെ കഥയാണോ അതിനേക്കാൾ ഉപരി ഒരു പടി കൂടി ഇത് അരുന്ധതി റോയിയുടെ ആത്മകഥയായി കൂടി വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഇനി മറ്റൊരു കാര്യം, ഈ കൾട്ട് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സിനിമയിലായിരുന്നാലും നാടകത്തിലായിരുന്നാലും ഇതര സാഹിത്യ കൃതികളിലായിരുന്നാലും നിലനിൽക്കുന്ന നമ്മുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ, നമ്മുടെ ഒരു സാംസ്കാരിക അബോധത്തിൽ നിലനിൽക്കുന്ന ചില മിത്തോളജികളുടെ റെഫറൻസ് അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ വരികയാണെങ്കിൽ നമുക്കതിനെ വളരെ പെട്ടെന്ന് തന്നെ അതുമായൊരു എമ്പത്തറ്റിക് റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ദളപതി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് കർണനും യുധിഷ്ഠിരനും തമ്മിൽ, അല്ലെങ്കിൽ കർണനും ഭീമനും തമ്മിലൊക്കെയുള്ള ബന്ധമായിട്ട്, അല്ലെങ്കിൽ അർജുനനും തമ്മിലുള്ള ബന്ധമായിട്ടൊക്കെ നമ്മൾ വായിച്ചെടുക്കാറുണ്ട്. ഹിന്ദി സിനിമകളിലൊക്കെ കരൺ അർജുൻ എന്നുള്ള പേരിൽ തന്നെ സിനിമകൾ ഇറങ്ങാറുണ്ട്. ഇന്ത്യയുടെ പൊതു സാംസ്കാരിക ഉത്പന്നങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ നിലനിൽക്കുന്ന മിഥോളജിയുമായി ബന്ധപ്പെടുത്തി, ഹൈന്ദവ മിഥോളജിയുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു വിപുലമായൊരു പശ്ചാത്തലത്തിനെ കണക്റ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് വരാറുണ്ട്. നമ്മുടെ നായകസങ്കല്പമായിരുന്നാലും നായികാസങ്കല്പമായിരുന്നാലും ഒക്കെ തന്നെ ഇതെല്ലാം മിഥോളജിയുമായി കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രശസ്തനായ രാജാരവിവർമ്മ ജനങ്ങളിലേക്ക് എത്തിച്ചേരാനായി എടുത്ത ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് തന്നെ ഹിന്ദു മിഥോളജി ആയിരുന്നു. ആ ഒരു അർത്ഥം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ അരുന്ധതി റോയിയുടെ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മുതൽ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് വരെയുള്ള അതിനിടയിലുള്ള വാക്കിംഗ് വിത്ത് ദ കോമ്രേഡ്സ് എന്നായിരുന്നാലും ആസാദി എന്നായിരുന്നാലും ഉള്ള ഏത് എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്നുള്ള പുസ്തകമൊക്കെ ആയിരുന്നാലും അവരുടെ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, അതർ റൈറ്റിങ്സ്, ഇതെല്ലാം കൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു മിഥോളജിക്കൽ പശ്ചാത്തലം, ആ മിഥോളജി എന്ന് പറയാൻ പാടില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം ഏറെക്കുറെ എളുപ്പമായിരിക്കുന്നു. കാരണം വായിക്കുന്നതുമായി നമുക്ക് പുതുതായി പരിചയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്കിത് അറിയാവുന്നതാണ് എന്ന് ഒരു തോന്നൽ തീർച്ചയായിട്ടും നമുക്കതുണ്ടാകുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പുസ്തകത്തിനെ, അരുന്ധതി റോയിയുടെ പുതിയ പുസ്തകത്തിനെ പല തലങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും.